ഇറാഖിലെ ക്രിസ്ത്യാനികൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ സമൂഹങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളായി മെസൊപ്പൊട്ടേമിയൻ സമതലങ്ങളിൽ വേരൂന്നിയ ഈ സമൂഹം 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന ഭീകര സംഘടനയുടെ വരവോടെയാണ് സമാനതകളില്ലാത്ത വംശഹത്യയ്ക്കും പീഡനത്തിനും ഇരയായത്. 2003 US അധിനിവേശത്തിന് മുൻപ് ഇറാഖിൽ ഏകദേശം 1.5 ദശലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സദാം ഹുസൈന്റെ പതനത്തിനു ശേഷം രാജ്യത്തുണ്ടായ വർദ്ധിച്ചുവന്ന വിഭാഗീയ ആക്രമണങ്ങൾ കാരണം ഇവരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടെ ഭയന്നും പീഡനം സഹിക്കാവയ്യാതെയും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ രാജ്യം വിട്ടുപോയി. 2014 ഐസിസ് ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഏകദേശം 7 ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. 2014 ജൂണിൽ ഐസിസ് ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ പിടിച്ചതോടെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ വംശഹത്യാപരമായ നീക്കങ്ങൾക്ക് തുടക്കമായത്. ക്രിസ്ത്യാനികളെയും യസീദികളെയും തങ്ങളുടെ ഖിലാഫത്തിന് ഭീഷണിയായി കണ്ട ഐസിസ് അവർക്ക് മുന്നിൽ 3 വഴികളാണ് വെച്ചത്. ഒന്നുകിൽ മതം മാറുക, ഇസ്ലാം സ്വീകരിക്കുക, ജിസിയ നൽകുക, അതായത് ഭീമമായ നികുതി, അവസാനത്തേതായി മരണം. മതം മാറാനോ നികുതി നൽകാനോ വിസമ്മതിച്ചവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മൊസൂളിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ അവരുടെ മതപരമായ സ്വത്വം അടയാളപ്പെടുത്തുവാനായി അറബി അക്ഷരമായ നൂൺ അഥവാ നസ്രാണി എന്നെഴുതി വെച്ചത് പലായനം ചെയ്യാൻ സാധിക്കാത്തവരുടെ ദുരവസ്ഥയുടെ പ്രതീകമായി. ഐസിസ് തങ്ങളുടെ ആക്രമണങ്ങളിൽ വ്യവസ്ഥാപിതമായ പീഡനമുറകളാണ് നടപ്പാക്കിയത്. ക്രിസ്ത്യാനികളുടെ പ്രധാന ആവാസ കേന്ദ്രമായിരുന്ന നിനവേ സമതലങ്ങളിൽ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾക്ക് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് കുർദിസ്ഥാൻ റീജിയനിലേക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. ഈ പലായനത്തിനിടെ ധാരാളം പേർ വിശന്നും ദാഹിച്ചും മരിച്ചു. 400-ലധികം പള്ളികളും മൊണാസ്ട്രികളും ഐസിസ് തകർക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മസ്ജിദുകളാക്കി മാറ്റുകയോ ചെയ്തു. സ്ത്രീകളെ ലൈംഗിക അടിമത്തത്തിന് ഇരയാക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകവും ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടത് ഇറാഖിന്റെ ചരിത്രത്തിന് തന്നെ കനത്ത നഷ്ടമായി. ഐസിസിന്റെ പതനത്തിന് ശേഷവും ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായും സുരക്ഷിതരായിട്ടില്ല. വംശഹത്യയുടെയും തുടർച്ചയായ അരക്ഷിതാവസ്ഥയുടെ ഫലമായി ഇന്ന് ഇറാഖിൽ 1 ലക്ഷത്തിൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പലായനം ചെയ്ത ഭൂരിഭാഗം പേരും യൂറോപ്പ്, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയം തേടി. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ട നിനവേ സമതലങ്ങളിലേക്ക് തിരിച്ചുവരുവാൻ പലരും ഭയക്കുന്നു. ഈ വംശഹത്യ ഇറാഖിന്റെ ജനസംഖ്യാപരമായ തകർച്ചയ്ക്കും സാംസ്കാരിക നഷ്ടത്തിനും കാരണമായി. ഇറാഖിലെ ക്രിസ്തീയ വംശഹത്യ 21ാം നൂറ്റാണ്ടിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. ഈ സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് അന്താരാഷ്ട്ര ശ്രദ്ധയും പിന്തുണയും ആവശ്യമാണ്. നഷ്ടപ്പെട്ട വീടുകൾ പുനർനിർമ്മിക്കുക, സുരക്ഷ ഉറപ്പാക്കുക, അന്താരാഷ്ട്ര നിയമത്തിന്റെ സംരക്ഷണം നൽകുക എന്നിവയിലൂടെ മാത്രമേ ഇറാഖിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പ്രാചീനമായ വേരുകളിലേക്ക് തിരികെ വരുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും സാധിക്കൂ. ഈ പ്രാചീന ക്രൈസ്തവരുടെ അനുദിന ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുന്നതിനും വംശഹത്യകൾ ആഗോളതലത്തിൽ ഇല്ലാതാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.